ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LP-UP മിഷൻ 2026-27 കുറച്ച് വീഡിയോസ് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ചെയ്യാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് മിഷൻ LP-UPയിൽ 2026-27 ഒരു വീഡിയോ ക്ലാസ്സാണ് ഇന്നത്തേത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ കുറേ അത്യാവശ്യം ക്ലാസ്സുകൾ കുറേ എടുത്ത് നമ്മൾ പോയിട്ടുണ്ട്. ഇനിയും അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മിഷൻ LP-UP 2026-27 നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ഒന്നാമത്തെ 7ാം ക്ലാസ്സിലെ പാർട്ട് 1-ലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റുകളും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളും മാത്രമാണ് നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. ആ ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ നോക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവി രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയുടെ ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ദൈവത്തിൽ സമ്പൂർണ്ണമായി ജീവിതം സ്വയം അർപ്പിക്കുന്നതിലൂടെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് ആ തുടക്കത്തിൽ. അപ്പോൾ ഭക്തി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദൈവത്തിന് സമ്പൂർണ്ണമായ ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭക്തി എന്തുകൊണ്ട് അടിസ്ഥാനമാക്കുന്നത്. ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം അറിയപ്പെടുന്നത്. ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യഥാസ്ഥിതിക കാഴ്ചപ്പാടും ജാതി വ്യത്യാസവും ജനങ്ങൾക്കിടെ വിവേചനം സൃഷ്ടിച്ചിരുന്നു. സാമൂഹ്യ വിവേചനം നേരിടുന്ന ജനവിഭാഗങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ക്രമേണ വ്യത്യസ്ത കാലങ്ങളിൽ ഇന്ത്യ വിവിധ ദർശനങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമന്വയമുണ്ടായി. ഇപ്രകാരം മധ്യകാലത്തിൽ ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണ് ഭക്തിയും സൂഫി പ്രസ്ഥാനം. ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ പ്രധാനമായിട്ടും എന്തിനെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്? ഒന്ന് ഭക്തി പ്രസ്ഥാനവും മറ്റൊന്ന് സൂഫി പ്രസ്ഥാനവുമാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിലേക്ക് നമ്മൾ സ്വയം നമ്മളെ അർപ്പിക്കുന്നതിനാണ് ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ നിലനിന്ന ജാതി വിവേചനങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ആളുകൾ എന്ത് ചെയ്തു? ഈ ഒരു ഭക്തി പ്രസ്ഥാനത്തിലേക്കും സൂഫി പ്രസ്ഥാനത്തിലേക്കും ഒക്കെ തിരിയുന്നതിന് കാരണമായിട്ട് മാറി. അപ്പോൾ നമ്മൾ ആദ്യം ഭക്തി പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം. ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചുള്ള ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. ആഴ്വർമാർ എന്നറിയപ്പെടുന്ന വിഷ്ണു ഭക്തരും നായന്മാർ എന്നറിയപ്പെടുന്ന ശിവഭക്തരും ഈ ഭക്തകവികളിൽ ഉണ്ടായിരുന്നവരാണ്. C 7 മുതൽ 12ാം നൂറ്റാണ്ടിൽ നിലനിന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രാദേശിക ഭാഷകളിൽ കീർത്തനം രചനയും ആലാപനവും. അപ്പോൾ പ്രാദേശിക ഭാഷകളിലാണ് കീർത്തനങ്ങളുടെ രചനയും ആലാപനവും ഉണ്ടായിരുന്നത്. ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും. എന്താണ്? ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും. ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം. സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം. ഇതൊക്കെയാണ് ദക്ഷിണേന്ത്യ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ തന്നെ പഠിച്ചു പോയിക്കേ. പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും. ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും. ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം. ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. ഇത്രയുമായിരുന്നു ദക്ഷിണേന്ത്യ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് വരുന്നത്. തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. അപ്പോൾ ഏത് സംസ്ഥാനത്താണ് ഒരു ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് രൂപം കൊള്ളുന്നത്? തമിഴ്നാടിലാണ്. ആഴ്വന്മാരും നായന്മാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു. ആചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന കാലത്ത് ഭക്തികവരുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ജാതിഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ആഴ്വന്മാരുടെയും നായന്മാരുടെ രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി. അപ്പോൾ ഒരുപാട് ചൂഷണങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഭക്തി പ്രസ്ഥാനം ഉയർന്നു വരുന്നത്. അപ്പോൾ എന്താണ്? ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത്
അവരുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി ഇവരെന്ത് ചെയ്തു, ഈ ഭക്തി പ്രസ്ഥാനം എന്ന കോൺസെപ്റ്റിലേക്ക് തിരിയുകയാണ് ചെയ്തത്. ആഴ്വന്മാരുടെ രചനകൾ നാലായിര ദിവ്യപ്രബന്ധമെന്നും നായന്മാരുടെ രചനകൾ തിരുമുറൈകൾ എന്ന പേരിലും അറിയപ്പെട്ടു. ഇക്കാലത്ത് ധാരാളം ക്ഷേത്രങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ 2 പേരാണ്. ഒന്ന് വിഷ്ണു ഭക്തരായിട്ടുള്ള ആഴ്വന്മാരും ശിവഭക്തരായിട്ടുള്ള നായന്മാരും. അത് വിഷ്ണു ഭക്തരായിട്ടുള്ള ആഴ്വന്മാരിൽ പ്രധാനപ്പെട്ട കവികൾ എന്ന് പറയുന്നത് കുലശേഖര ആഴ്വർ, പെരിയാഴ്വർ, നമ്മാഴ്വർ, ആണ്ടാൾ എന്നിവരായിരുന്നു. ഇനി ശിവഭക്തരായിട്ടുള്ള നായന്മാരിൽ പ്രധാനപ്പെട്ട കവികൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ കാരക്കൽ അമ്മയാൾ, അപ്പർ, സമ്മന്തർ, സുന്ദരർ, മാണിക്യ വാസകർ എന്നിവരൊക്കെയായിരുന്നു ശിവഭക്തന്മാരിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കവികളെന്ന് പറയുന്നത്. ഇനി ബസവണ്ണയെക്കുറിച്ച് പഠിക്കാം. ബസവണ്ണ രൂപീകരിച്ച അനുഭവ മണ്ഡലം എന്ന ചർച്ചാവേദി നടന്ന ചർച്ചയുടെ ചിത്രീകരണമാണ് ചുവടെ ചേർത്തിട്ടുള്ളത്. അനുഭവ മണ്ഡലം എന്താണെന്ന് നോക്കാം. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡലം. അനുഭവ മണ്ഡലം ആര് സ്ഥാപിച്ചതാണ്? 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ചതാണ്. മല്ലവ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡല ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആത്മീയ ചർച്ചകൾക്ക് അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡലത്തിൽ എത്തിച്ചേരുന്നത്. ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങൾ വചനങ്ങൾ എന്ന പേര് ജനങ്ങളിലേക്ക് പകർന്നു നൽകി. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ചതാണ് ആത്മീയ ചർച്ചാവേദി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചർച്ചാവേദിയിൽ എന്താണ് പ്രധാനമായിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ജാതി ലിംഗവിവേചനം ഒന്നും ഇല്ലാതെ തന്നെ ഇവർ നല്ല നല്ല ചർച്ചകൾ നടത്തി പുതിയ തലമുറകൾക്ക് അറിവൊക്കെ പകർന്നു കൊടുക്കുന്ന ഒരു അനുഭവ മണ്ഡലമായിരുന്നു ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഇവർ ഉദ്ദേശിച്ചിരുന്നത്. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായ ബസവണ്ണ സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യവും മതപരമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവയെ തുടച്ചു നീക്കാനും പ്രയത്നിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിലധിഷ്ഠിതമായ കാഴ്ചപ്പാട് ബസവണ്ണ മുന്നോട്ട് വച്ചു. അദ്ദേഹം സ്ഥാപിച്ച വീരശൈവ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ ആശയങ്ങൾ ഏകോപിപ്പിച്ചത്. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ആര്? ബസവണ്ണ എന്ന് പറയുന്നത്. സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും അവയെ തുടച്ചു നീക്കാൻ പ്രയത്നിക്കുകയും ചെയ്തു. അതുകൂടാതെ സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിലധിഷ്ഠിതമായ കാഴ്ചപ്പാട് ബസവണ്ണ മുന്നോട്ട് വയ്ക്കുകയും അതിനെ ഏകോപിക്കുകയൊക്കെ ചെയ്തു. ഇതിലൂടെ വീരശൈവ പ്രസ്ഥാനത്തിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ ഏകോപിക്കുകയുണ്ടായി. ഇനി വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളെയും ബ്രാഹ്മണതയും ചോദ്യം ചെയ്യുക. ഇനി ജാതി വിവേചനത്തിൽ സ്ത്രീ വിവേചന ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങൾ? ബ്രാഹ്മണ മേധാവിത്വം വേദങ്ങളുടെ പ്രാമാണികതയും ചോദ്യം ചെയ്തു. ജാതി വിവേചനത്തിനെയും സ്ത്രീ വിവേചനത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു. മനുഷ്യസ്നേഹവും സമത്വം ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. എന്താണ്? ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഏതു ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഏതു ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഈശ്വര ആരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. പുനർജന്മമില്ല, ഈ ജന്മം ധന്യമാക്കി ജീവിക്കുക. അപ്പോൾ ചിന്തയും പ്രവൃത്തിയും നന്നായാൽ എന്ത് നന്നാവും? രാഷ്ട്രം ഉയർച്ച നേടുമെന്നും ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യരാണെന്നും ഈശ്വര ആരാധനയ്ക്ക് ഇടനിലക്കാരെ ആവശ്യമില്ല എന്നും പുനർജന്മമില്ല, ഈ ജന്മം ധന്യമായി ജീവിക്കാനും കുറിച്ച് പഠിക്കാം. 15ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ഇന്നത്തെ ഉത്തർപ്രദേശ് ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തെ പ്രചാരകരായിരുന്നു കബീർ. അദ്ദേഹം എഴുതിയ വരികളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ദോഹ
എന്നറിയപ്പെടുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ചതിനാൽ കബീർ ദോഹകൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചു. അപ്പോൾ എന്താണ്, 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരുന്നു ആരെന്ന് പറയുന്നത്, കബീർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ദോഹകൾ എന്നറിയപ്പെടുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് എന്ത് ചെയ്തത്, കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ കഴിയുമായിരുന്നു. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ. അപ്പോൾ ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഓരോ മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദു മുസൽമാനും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന തുടങ്ങിയവയെ അർത്ഥശൂന്യമാണ് അദ്ദേഹം വാദിച്ചു. ജാതി, മതം, വർണ്ണം, കുടുംബ മഹിമ, സമ്പത്ത് തുടങ്ങിയ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളുടെയും കബീർ വിമർശിച്ചു. ഭക്തി സൂഫി ആശയങ്ങൾ കബീറിൻ്റെ ആശയങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു. പാരമ്പര്യങ്ങൾ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചു. മതങ്ങളുടെ മാഹികേന്ദ്രങ്ങളുടെയും അദ്ദേഹം അവഗണിച്ചു. അപൂരിതമായ ദൈവത്തിന് വിശ്വസിച്ചിരുന്ന കബീർ ഭക്തിയെ മോക്ഷമാർഗമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അദ്ദേഹം ശിഷ്യന്മാരോടൊപ്പം നാടുകൾ തോറും സഞ്ചരിച്ചു. അപ്പോൾ എന്താണ്, അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, തൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് ദൂരം തൻ്റെ ശിഷ്യന്മാരോട് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി നിലയുറച്ച വ്യക്തിയൊക്കെ ആയിരുന്നു ആര്, കബീർ എന്ന് പറയുന്നത്. ഇനി ഗുരു നാനാക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഗുരു നാനാക്കും ഫായി മർദാനിയും ഒരിക്കൽ സർജൻ തരകെ സൗദിനെ വിമർശിക്കാനെത്തി. ഒരുടെ നടന്നതിലൂടെ തുള്ളിക്കൊള്ളയടിക്കുന്ന സ്വഭാവം അയാൾക്കുണ്ട്. ഇനി നമുക്ക് ഗുരു നാനാക്കിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിൽ തൽവണ്ടി, ഇപ്പോൾ പാകിസ്ഥാൻ എന്ന സ്ഥലത്താണിത്, ഗ്രാമത്തിലാണ് ഗുരു നാനാക്ക് ജനിച്ചത്. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരു നാനാക്ക് ശ്രമിച്ചു. തൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്ക് അകത്തും പുറത്തും സഞ്ചരിച്ചു. മതങ്ങളുടെ നിഷ്കൃതമായ അനുഷ്ഠാനങ്ങൾ ഗുരു നാനാക്ക് എതിർത്തിരുന്നു. ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ജാതി വിവേചനം, വിഗ്രഹ ആരാധന, തീർത്ഥാടനം തുടങ്ങിയെല്ലാം നിരാകരിച്ചു. സാമ്പത്തിക അസമത്വത്തിന് ചോദ്യം ചെയ്തു. ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ലങ്കർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു. ഇവിടെ പറയുന്നത് 15-ാം നൂറ്റാണ്ട് പഞ്ചാബ് ജീവിച്ചിരുന്ന, അതായത് ഇപ്പോൾ പാകിസ്ഥാനിലെ ഗ്രാമത്തിലായിട്ടുള്ള ഗുരു നാനാക്ക് ജനിക്കുന്നത്. അദ്ദേഹം മതങ്ങളിൽ എന്ത് ചെയ്തു, ഏകദൈവ വിശ്വാസം എന്ന കോൺസെപ്റ്റിൽ ഉറച്ചു നിന്ന വ്യക്തിയായിരുന്നു. ജാതി വിവേചനം, വിഗ്രഹ ആരാധന, തീർത്ഥാടനം തുടങ്ങിയവയെല്ലാം നിരാകരിച്ചിരുന്നു അദ്ദേഹം. അതുകൂടാതെ തന്നെ എന്താണ്, സാമ്പത്തിക അസമത്വത്തെയൊക്കെ ചോദ്യം ചെയ്യുകയുണ്ടായി. ജനങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ലങ്കാർ അഥവാ പൊതു അടുക്കള എന്നൊരു കോൺസെപ്റ്റൊക്കെ കൊണ്ടുവന്ന ആരാണ്, ഈ ഗുരു നാനാക്കാണ് കേട്ടോ. ഇനി ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കാം. മധ്യകാലഘട്ടത്തിൽ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും കുറവായിരുന്നു. ആരാധന സ്വാതന്ത്ര്യത്തിലും സാഹചര്യം വ്യത്യസ്തമായിരുന്നില്ല. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനായി കീർത്തനങ്ങൾ, ഗാനങ്ങൾ രചിക്കുന്നതിനും ആലാപിക്കുന്ന സ്ത്രീകൾ തയ്യാറായി. രാജസ്ഥാനിലെ ചിത്തോരിൽ ജീവിച്ചിരുന്ന രാജകുമാരിയായ മീരാബായി അവർ ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി. മീരാബായി രചിച്ച കൃഷ്ണ പൂജകൾ വളരെ പ്രശസ്തമാണ്. തമിഴ്നാട്ടിൽ പ്രശസ്തിയായ ഭക്തി കവിയായിരുന്ന കാരക്കൽ അമ്മയാർ, ആണ്ടാൾ എന്നിവർ തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ് ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങൾ ഇവർ രചിച്ചിരുന്നു. വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖരായിരുന്ന അക്ക മഹാദേവി സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹിക ആത്മീയ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകിയിരുന്നു. മഹാരാഷ്ട്രയിലെ മഹിനിബായി, കാശ്മീർ, ലാത്തോർ തുടങ്ങിയ ഭക്തി പ്രസ്ഥാന വളർച്ചയ്ക്ക് സംഭാവന ചെയ്തിരുന്നു. ഇനി ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംഗീതത്തിൻ്റെയും ഭക്തിയുടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്. അപ്പോൾ എന്തിനു വേണ്ടി ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്? സംഗീതത്തിലൂടെയും ഭക്തിയുടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്. എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹികവും മതപരമായ മേഖലകളിൽ പുരോഗമനമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചു. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭൂരിപക്ഷം ഭക്തകവികളും താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരുള്ളവരായിരുന്നു. ഇവർ ജാതി വ്യവസ്ഥയിൽ ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനങ്ങളുടെയും ചോദ്യം ചെയ്തു. തൽഫലമായി സാമൂഹ്യ സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. അനുഭവ മണ്ഡലത്തിൽ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. അവരുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച്
ചിന്തിപ്പിക്കുകയും ചെയ്തു. അധ്വാനത്തെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞതും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടാണ് പഠിച്ചു പോയത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ച് നോക്കാം.